സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐശ്വര്യയും മാലിനിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യ പറയണേണ്, എൻ്റെ മുമ്പിൽ ഇനി രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട് ഇവിടുന്ന് പടിയിറങ്ങുക, അല്ലെങ്കിൽ ശ്യാമയുടെ മകളെ ഇല്ലാതാക്കിയിട്ട് ഈ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശമായി മാറുക. ഇത്രയും നാളും ഈ സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ ഈ ഐശ്വര്യ ഒരുക്കമല്ല. അതുകൊണ്ട് ഇത് കിട്ടാനായിട്ട് ഞാൻ എന്തും ചെയ്യും. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ ശ്യാമയുടെ മകളെയാണ്. അതിനുവേണ്ടി നമുക്ക് മ്യൂസിക് സ്കൂളിൽ നിന്ന് തുടങ്ങാം. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് അവളുടെ മകളെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. ഇനി നമുക്ക് വരുന്നത് കുറച്ച് ദിവസത്തേക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇപ്പം കുറച്ച് ഉറക്കം നഷ്ടപ്പെട്ടാൽ എന്താ, പിന്നീട് അങ്ങോട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് കിടന്നുറങ്ങാമല്ലോ. അങ്ങനെ പറഞ്ഞ് ശ്യാമയുടെ മകളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിരിക്കുവാണ് ഐശ്വര്യയും മാലിനിയുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സംസാരിക്കുന്ന മുത്തശ്ശീനെയും വരുണിനെയുമാണ്. അന്നേരം മുത്തശ്ശി വരണേ, എന്നാലും കുറച്ച് നേരം സപ്താഹത്തിന് വേണ്ടി പോയതാ ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് നടന്നത്. ആ സമയം വരുൺ പറയണേ, ഒരവസരം കിട്ടിയപ്പോൾ എല്ലാവരും അത് വേണ്ട രീതി പ്രയോഗിച്ചു. എല്ലാവരും അത് എനിക്കും രാധികയ്ക്കെതിരെ എടുത്തടിച്ചു. എനിക്കാണെങ്കിൽ ആ സമയത്തൊന്നും പ്രതികരിക്കാൻ പോലും പറ്റിയില്ല. ആ സമയത്ത് എന്ത് പറയണമെന്നറിയാതെ ബ്ലാങ്കായി നിൽക്കുമായിരുന്നു ഞാനും. മുത്തശ്ശിക്ക് രാധിക ഇവിടുന്ന് പോകുന്നത് എങ്ങനെയെങ്കിലും തടയാൻ പറ്റുമോ? എനിക്ക് ഒരു നിമിഷം പോലും അയാളില്ലാതെ പറ്റില്ല. അയാൾ ഇവിടുന്ന് പോയാൽ എനിക്കത് താങ്ങാനാവില്ല മുത്തശ്ശി. അന്നേരം മുത്തശ്ശി പറയണേ, എടാ, അല്ലെങ്കിലും രാധിക മോളെ നമുക്ക് എന്തിൻ്റെ പേരിലാണ് ഇവിടെ ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്താൻ പറ്റുന്നത്? അവൾക്ക് അവിടെ ഒരു അച്ഛനും അമ്മയില്ലേ? അവർക്കും അവളുടെ മോളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായില്ലേ? അതുപോലെ രാധികക്കും അവളുടെ അച്ഛനെയും അമ്മേനെയും കാണണമെന്ന് ആഗ്രഹമില്ലേ? അവളുടെ മുമ്പിലെ നീ ഇപ്പോൾ അവളുടെ അനിയത്തിൻ്റെ ഭർത്താവല്ലേ? അന്നേരം വരുൺ പറയണേ, ഏയ് അങ്ങനെയൊന്നുമില്ല. അയാളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടമുണ്ട്, അതെനിക്കറിയാം. ശരി, ആയിക്കോട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടിക്ക് അതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ. ഇനിയിപ്പോൾ അഥവാ രാധിക്കുമ്പോൾ നാളെ ഇവിടുന്ന് പോകുവാണെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ ആൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്നാലും എത്ര നാളെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടിയെ ഇവിടെ പിടിച്ചിങ്ങനെ നിർത്താൻ പറ്റുക? നീ അവളുടെ അനിയത്തിയുടെ ഭർത്താവല്ലേ, ആ കാര്യവും കൂടി നമ്മൾ ഓർക്കണ്ടേ? അന്നേരം വരുൺ പറയണേ, അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പ്രിയങ്കി ഡിവോഴ്സ് ചെയ്യാൻ പോകുക. അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയണം. അതിനുവേണ്ടി ഞാൻ വക്കീലിനെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ എൻ്റെ ജീവിതം ഇനിയെങ്കിലും നശിപ്പിച്ച് കളയാനായിട്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അന്നേരം മുത്തശ്ശി പറയുവാണ്, എടാ, നീ ഡിവോഴ്സ് വാങ്ങിയെന്ന് വെച്ച് കാര്യങ്ങളെല്ലാം എളുപ്പമായതാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അനിയത്തെ ഡിവോഴ്സ് ചെയ്ത ആളെ കൊണ്ട് ആരെങ്കിലും മൂത്ത മോളെ കെട്ടിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ദേവനാരായണ തിരുമേനിയെ പോലത്തെ ഒരാൾ. അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആലോചിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട്. എടുപിടിയുന്നൊരു തീരുമാനം എടുക്കരുത്. അന്നേരം വരുൺ പറയണേ, അതെന്തെങ്കിലും ആവട്ടെ, എന്താണെങ്കിലും വക്കീലിനെ ഞാനൊന്ന് നാളെ പോയി കാണുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളും മറ്റു രീതികളും എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ. ആ, അങ്ങനെ അറിഞ്ഞിരിക്കുന്നത് തെറ്റൊന്നുമില്ല. നിന്റെ തീരുമാനത്തെ എതിർക്കൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും രാധിക മോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ചൈതന്യവും ഐശ്വര്യവും ഒക്കെ ആയിരുന്നു. അവൾ നേരത്തെ തന്നെ എണീറ്റ് പൂജാമുറി കയറുകയും അവളുടെ കീർത്തനങ്ങളൊക്കെ കേട്ട് വരികയൊക്കെ ചെയ്യുന്നത് മനസ്സിൽ വല്ലാത്തൊരു കുളിർമയായിരുന്നു. അതൊക്കെ നാളെ മുതലില്ലാന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രാധികേനെയാണ് കേട്ടോ. അന്നേരം രാധിക ഭഗവാനോട് സങ്കടത്തോടെ പറയണേണ്, അങ്ങനെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോകേണ്ട സമയമായിരിക്കുക. എല്ലാവർക്കും മുമ്പിൽ ഞാനിപ്പോൾ ഒരു ചീത്ത കുട്ടിയാണ്. ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ദിവസം പോകണമെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും ഇവിടെ നിൽക്കാൻ എനിക്ക് പ്രത്യേകിച്ച് അർഹതയൊന്നുമില്ലല്ലോ. പക്ഷേ എല്ലാവർക്കും മുമ്പിൽ ഒരു മോശക്കാരിയായി പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടം പോലെ. മാത്രമല്ല, വരണ്ട ചുറ്റും ശത്രുക്കളാണ് ഉള്ളത്. സ്വന്തം വീട്ടിലുള്ളവർ തന്നെ വരണ്ട ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാ. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ, അയാളുടെ ജീവന് ഒരാപത്തും വരുത്താതെ നോക്കണേ ഭഗവാനെ. അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് രാധിക അവിടുന്ന് എണീറ്റ് തിരിയുമ്പോഴായിരിക്കോട്ടോ പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. അങ്ങനെ പ്രിയങ്കയെ കാണുന്നതും രാധിക അങ്ങോട്ടേ പേടിച്ചു പോകുവാണ്. ഈശ്വര, പ്രിയങ്ക കേട്ടു കാണുമോ? എന്നിട്ട് പ്രിയങ്കയോട് ചോദിക്കണേ, നീ ഇപ്പോൾ വന്നേ ഉള്ളോ? ആ, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ചേച്ചി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞോ? ആ, എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ചേച്ചി ഇന്ന് കാണിച്ചത് വല്ലാത്ത മോശമായിപ്പോയി. വരുൺ ചേച്ചിയെ കൂട്ടാൻ വന്നപ്പോൾ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നു ചേച്ചിക്ക്? ഈ സമയം രാധിക പറയണേ, മോളെ, നീ വീട്ടിലെത്തിക്കാണോ വിചാരിച്ചാൽ നിന്നെ ഞാൻ വിളിക്കാഞ്ഞത്. പിന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുണിന് വയ്യാണ്ടായി. ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. വരുൺ തന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയതും എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഇതെല്ലാം അവിടെ വെച്ച് പറയാനും പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് നീ എന്താ കാര്യം? അന്നേരം പ്രിയങ്ക പറയണേ, ഇവിടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചേച്ചിക്കറിയോ? വരുണാണെങ്കിൽ എന്നെ കാണുന്നത് ഇഷ്ടമല്ല, എന്നോടൊന്നും സംസാരിക്കാനും താല്പര്യമില്ല. തികഞ്ഞ അവഗണന എന്നോട്.
എത്രയെന്ന് കരുതി ഇതൊക്കെ ഞാൻ സഹിക്കുന്നത്? ഇതിനെല്ലാത്തിനും കൂടി ഒറ്റൊരു മറുപടി എനിക്ക് കൊടുക്കാനുള്ളൂ. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക, ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുക. ഞാൻ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നതെന്നല്ലോ, ഇവരെല്ലാവരും കൂടിയല്ലേ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോൾ എന്നെ ഇവിടെയിട്ട് പെടാപ്പാട് പെടുത്തുമല്ലേ. അതിന് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുക തന്നെ വേണ്ടത്. അതോടെ വരുൺ മാത്രമല്ല, കുടുംബം മൊത്തം സ്റ്റേഷനിൽ കയറും. അങ്ങനെയാ ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത്. അന്നേരം രാധിക പറയണേ, അയ്യോ മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം അധികം വൈകാതെ തന്നെ ശരിയാവും. നീ ക്ഷമയോടെ കാത്തിരിക്കണം. വരനധികം വൈകാതെ തന്നെ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. ആ ശരി ശരി, ചേച്ചി നാളെ രാവിലെ തന്നെ പോയില്ലേ? ആ പോകും. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഹോളിൽ നിൽക്കുന്ന പത്മിനിയെയാണ് കേട്ടോ. ഈ സമയം രാധിക പോകാനായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി താഴത്തേക്ക് വരുവാണ്. അങ്ങനെ പത്മിനിയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. എല്ലാവരും അവിടെ, ഞാൻ ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയം പത്മിനി പറയണേ, മോളെ എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞിട്ട് പോയാൽ മതി. ഇന്നലെ ഞാനും അച്ഛനും മോളെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും തീരെ ഇഷ്ടമുണ്ടായിട്ടല്ലേ മോളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. മോള് വന്നതിന് ശേഷം സൂര്യയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഈ കുടുംബത്തിൻ്റെ ഓരോ കാര്യത്തിലാണെങ്കിലും പല പല നന്മകളും നേട്ടങ്ങളും ഒക്കെ സംഭവിച്ചത്. അതൊന്നും ഞങ്ങൾ മറന്നു കളഞ്ഞിട്ടില്ല. സാഹചര്യങ്ങൾ അങ്ങനെയായി പോയതുകൊണ്ടാണ് മോളെ ഞങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തിട്ടില്ല കേട്ടോ. അതൊന്നോർത്ത് മോള് വിഷമിക്കരുത്. അന്നേരം രാധിക വരണേ, ഇല്ലമ്മേ, പിന്നെ ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ അമ്മയോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അമ്മ പറയാറില്ലേ നമ്മുടെ ഈ കുടുംബത്തിന് ശത്രുക്കളൊന്നുമില്ലെന്ന്. അങ്ങനെ കണ്ടും പൂട്ടി പറയരുത്. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. അതിൽ നിന്നും എങ്ങനെയാണ് ഈ കുടുംബത്തിന് ശത്രുക്കളില്ല എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ആരാണെന്ന് അമ്മയും മുത്തശ്ശിയും ചേർന്ന് കണ്ടുപിടിക്കണം. ഈ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ അതെനിക്ക് താങ്ങാനാവില്ല. ഇതൊക്കെ കേട്ടിട്ട് പത്മിനി സന്തോഷത്തോട് പറയണേ, മോളെ നിന്നെപ്പോലെ ഇത്ര നല്ലൊരു മനസ്സുള്ള ഒരു മോളെ എന്നും ചേർത്ത് പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. അന്നേരം രാധിക പറയുന്നുണ്ട്, അമ്മയുടെ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റുമല്ലോ, അത് തന്നെ സന്തോഷം. ഈ സമയം പരമേശ്വരൻ അങ്ങോട്ടേക്ക് വരിക. ആ രാധിക മോള് ഇറങ്ങാൻ തുടങ്ങുവാണോ? മോളെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വരാതിരിക്കരുത് കേട്ടോ. പിന്നെ അച്ഛനോടും അമ്മയോടൊക്കെ അന്വേഷണം പറയണം. ഇടയ്ക്കൊക്കെ വീണ്ടും ഇങ്ങോട്ട് വരണം. ഇവിടെ ഞങ്ങളെ രണ്ടാളെയും കാണാനും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ. ഈ സമയം കൽപ്പനയും പ്രിയങ്കയും അങ്ങോട്ടേക്ക് വരുവാണ്. അന്നേരം കൽപ്പന പ്രിയങ്കയോട് ചോദിക്കണേ, അല്ല പ്രിയങ്ക, നീയല്ലേ പറഞ്ഞത് നിന്റെ ചേച്ചി വെളുപ്പിനെ തന്നെ പോകുമെന്ന്, എന്നിട്ട് ഇതുവരെ പോയില്ലല്ലോ? അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, നിനക്കെന്താ രാധിക മോളെ വെളുപ്പിനെ തന്നെ പറഞ്ഞു വിടാനായിട്ട് ഇത്ര തിടുക്കം? കണ്ടില്ലേ പ്രിയങ്ക, അവള് രാവിലെ തന്നെ കരഞ്ഞു വീഴ്ച എല്ലാവർക്കും മുമ്പിൽ അഭിനവമായിട്ട് എത്തിക്കാനും ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ. ഈ സമയം മുത്തശ്ശിയും വരണം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ കാണുന്നതും രാധിക മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്ന് യാത്ര പറയുവാണ്. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ രാധികയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. ഈ സമയം വരണം ആകെ സങ്കടത്തോടെ രാധികയെ നോക്കുവാണ്. അന്നേരം രാധികയും വരണം നോക്കുന്നുണ്ട്. ഈ സമയം വരുണിൻ്റെ മുഖത്തെ വിഷമവും നിരാശയൊക്കെ കൽപ്പനയും പ്രിയങ്കയൊക്കെ ശ്രദ്ധിക്കുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, എന്തുപറ്റി വരുൺ? വരുണിൻ്റെ മുഖത്തെന്താ വല്ലാത്ത സങ്കടം പോലെ. അന്നേരം കൽപ്പന പറയണേ, അത് പിന്നെ ഉണ്ടാകുമല്ലോ. രാധിക പോകുന്നതിൻ്റെ നിരാശയും സങ്കടമൊക്കെ വരുണിൻ്റെ മുഖത്ത് വ്യക്തമായിട്ട് തന്നെ കാണാം. ഈ സമയം വരുൺ പറയുന്നുണ്ട്, അല്ല ഏട്ടത്തി ഇവിടുന്ന് വീട്ടിലേക്കാന്ന് പറഞ്ഞ് ഇടയ്ക്ക് പോകുമല്ലോ. ആ സമയം ഏട്ടൻ്റെ ഈ വീട്ടിലുള്ള ആരുടെ മുഖത്ത് ഒരു വിഷമോ സങ്കടമോ കാണാറില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? മനസ്സിന് നന്മയുള്ളവർ പോകുമ്പോഴേ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകുള്ളൂ. അത് ഏട്ട ദേഷ്യത്തോട് നിൽക്കുവാണ്ടോ കൽപ്പന. ഈ സമയം രാധിക പറയണേ, എന്നാൽ പിന്നെ ശരി, ഞാൻ ഇറങ്ങുവാണ്. അങ്ങനെ പറഞ്ഞ് രാധിക ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ സൂര്യയുടെ റൂമിൽ നിന്ന് ഒരു ഒച്ച കേൾക്കുന്നത്. അന്നേരം അയ്യോ ഏട്ടൻ എന്നും പറഞ്ഞ് രാധിക അകത്തേക്ക് ഓടുവാണ്. പിന്നാലെ തന്നെ എല്ലാവരും പോകുന്നുണ്ട്. ഈ സമയം റൂമിലെത്തുന്ന രാധിക കാണുന്നത് നിലത്ത് വീണ് കിടക്കുന്ന സൂര്യനെ ഉണ്ടോ. അങ്ങനെ രാധിക മരണം കൂടി ചേർന്ന് സൂര്യയെ പിടിച്ചെണീപ്പിച്ച് വീൽ ചെയറിൽ ഇരുത്തുവാണ്. ഇതേസമയം കൽപ്പന പറയണേ, നീ ഇതെങ്ങോട്ടാണ് ഓടിക്കയറി വരുന്നത്? സൂര്യയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി നോക്കിക്കോളാം, നീ വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. അന്നേരം അത് കേൾക്കുന്ന സൂര്യ ചോദിക്കണേ, രാധിക പോകുവാണോ? അതേട്ടാന്ന് രാധിക പറയുവാണോ. ആ സമയം സൂര്യ പറയണേ, അപ്പോൾ ഇന്നത്തോടു കൂടി എൻ്റെ ചികിത്സ അവസാനിക്കുകയാണല്ലേ. ഞാനിനി എല്ലാ കാലത്തും ഈ വീൽ ചെയറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമല്ലേ? അല്ലേ അച്ഛാ, രാധിക വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ചില പ്രതീക്ഷകളുണ്ടായത്. വീൽ ചെയറിൽ നിന്നീറ്റ് എനിക്ക് പഴയതുപോലെ നടക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായത്. പക്ഷേ രാധിക ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വീണ്ടും ഇരുട്ടിലാവും. അത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം കൽപ്പനക്കും പ്രിയങ്കയ്ക്കും ഇതൊക്കെ കേട്ടങ്ങ് ദേഷ്യം വരുവാണ്. അന്നേരം കൽപ്പന ചോദിക്കണേ, അതെന്താ ഇവളുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, ഇവൾ മാത്രമേ നിങ്ങൾ നോക്കുകയുള്ളൂ, അതിന് മാത്രം ഇവൾ ആരാ നിങ്ങളുടേത്?
അന്നേരം സൂര്യ പറയണേ, അതിനെനിക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, രാധിക എനിക്ക് എൻ്റെ ദൈവമാണ്. അങ്ങനെ സൂര്യയുടെ വാക്കുകൾ കേൾക്കുന്നതും എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണല്ലോ. വരുണിനും അച്ഛനും മുത്തശ്ശിക്കും രാധികക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ്. എന്നാൽ സൂര്യയുടെ വാക്കുകൾ കേട്ട് ഞെട്ടലോടുകൂടി നിൽക്കുവാണ് കൽപ്പനയും പ്രേംകിയും. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്